ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ 2 സന്യാസിനിമാർ ഇപ്പോഴും ജയിലിലാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു വല്ലതും പറയുന്നതല്ലാതെ കാര്യങ്ങൾക്ക് ഒരു നടപടിയുമായിട്ടില്ല ഇതുവരെയും. ശരിക്കും പറഞ്ഞാൽ നടപടി ഉണ്ടാവാത്തത് മുഖ്യമന്ത്രിയുടെ നിഷേധാത്മകമായ സമീപനം കൊണ്ട് തന്നെയാണ്. അദ്ദേഹം ആരോപിക്കുന്നത് ഈ സന്യാസിനിമാർ ഏതാനും പെൺകുട്ടികളെ മനുഷ്യക്കടത്ത് നടത്തുന്നു, ആ മാറ്റം അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു, അതുപോലെ കൺവേർഷൻ അല്ലെങ്കിൽ മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നു. ഏതോ രാജ തഥാ പ്രജ കേസ് ചാർജ് ചെയ്ത് അന്വേഷണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ആ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആ പോലീസുകാര് അല്ലെങ്കിൽ ആ നിയമവൃത്തങ്ങള് മുഖ്യമന്ത്രി പറയുന്നതിനനുസരിച്ചല്ലേ പ്രവർത്തിക്കുകയുള്ളൂ. അത് തന്നെയാണ് യഥാർത്ഥമായ പ്രശ്നം. അനധികൃതമായി കടത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ളതാണ് ആരോപണം. അപ്പോൾ കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ളവർ പറയുന്നു അങ്ങനെയല്ല, ആ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ സമ്മതപത്രമുണ്ട് എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ അനുമതിയോട് കൂടിയാണ് അവർ ആ സിസ്റ്റേഴ്സിനൊപ്പം സഞ്ചരിക്കുന്നത്. എനിക്കതാണ് മനസ്സിലാവാത്തത്. 19 വയസ്സായ ഒരു പെൺകുട്ടിക്ക് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് മറ്റൊരു സംസ്ഥാനത്തേക്ക് പോവാൻ മാതാപിതാക്കളുടെ സമ്മതപത്രം ആവശ്യമാണോ? അത് ഭരണഘടനാ വിരുദ്ധമല്ലേ? 19 വയസ്സായി എന്ന് പറയുമ്പോൾ പ്രായപൂർത്തിയ ഇന്ത്യൻ പൗരൻ, ആ ഇന്ത്യൻ പൗരന് ഒരു സംസ്ഥാനത്ത് മറ്റൊരു സംസ്ഥാനത്തേക്ക് പാസ്പോർട്ടും വിസ അനുമതി പത്രമൊക്കെ ആവശ്യമാണോ? അങ്ങനെയാണെങ്കിൽ ബംഗാളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് എത്രയോ പേര് കേരളത്തിലേക്ക് വരുന്നു. അവരുടെ മാതാപിതാക്കളുടെ സമ്മതപത്രവുമായിട്ടാണോ അവർ വരുന്നത്? അല്ല, അതിന്റെ ആവശ്യമില്ല. പ്രായപൂർത്തിയായാൽ പിന്നെ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനും എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാനുമുള്ള അവകാശം നമുക്കുണ്ട്. മൗലികാവകാശമാണത് ഭരണഘടന നൽകുന്നത്. കേരളത്തിലെ BJP നേതാക്കന്മാർ പറയുന്നു ഞങ്ങൾ അങ്ങനെ ശ്രമിക്കുന്നു ഇങ്ങനെ ശ്രമിക്കുന്നു. എന്ത് ശ്രമിക്കുന്നുവെന്ന്? കേന്ദ്ര നേതൃത്വത്തിന്റെ മൗനാനുവാദത്തോട് കൂടിയാണ് സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ BJPയുടെ അടിസ്ഥാനപരമായ പ്രമാണങ്ങളാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത്. ന്യൂനപക്ഷ വിരുദ്ധ നമ്പർ 1. അടിസ്ഥാനപരമായിട്ട് BJP എന്ന് പറയുന്നത് അത് തന്നെയാണ്. BJP, RSS, ബജ്രംഗ് ദളൊക്കെ എന്ന് പറയുന്നത് BJPയുടെ അല്ലെങ്കിൽ RSSന്റെ തീവ്ര വിഭാഗമാണ്. ബജ്രംഗ് ദൾ മാത്രമല്ല, ഹനുമാൻ സേനയുണ്ട്, അതുപോലെ പലതും ഉണ്ട്. ഒരു ദിവസം ഓർക്കുന്നുണ്ടാവും, നമ്മുടെ കർണാടകത്തിൽ ഹനുമാൻ സേന ഒരു അതുലത് മുതലി അങ്ങയുടെ പണി എന്ന് പറയുന്നത് ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റില് ഏതെങ്കിലും സ്ത്രീകൾ വനിതകൾ ഭക്ഷണം കഴിക്കാൻ എത്തിയാൽ അവരുടെ മുഖത്തുകൊണ്ട് കരിയോല് തേക്കും ഹനുമാൻ സേനക്കാര്. യൂത്ത് കോൺഗ്രസ്സുകാർ അയാളുടെ മുഖത്തും കരിയോല് തേച്ചു. അത് വേറെ സംഭവം. അപ്പൊ അങ്ങനെയുള്ള തീവ്ര വിഭാഗങ്ങളിൽപ്പെട്ടതാണ് ബജ്രംഗ് ദൾ. ആ ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് ഈ സന്യാസിനിമാരെ ആക്രമിച്ചത്. ആൾക്കൂട്ട ആക്രമണം അത് ഇന്ത്യയുടെ ഫലഭാഗം നടക്കുന്നു. ബീഫ് കഴിക്കുന്നവർക്കെതിരെ പശുവിനെ കടത്തിക്കൊണ്ടു പോകുന്ന ആരോപിച്ചുകൊണ്ട് അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗം നടക്കുന്നുണ്ടോ ഇതൊക്കെ RSSന്റെ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളുടെ ഒക്കെ മൗനാനുവാദത്തോടു കൂടി തന്നെയാണ്, ഒരു സംശയവുമില്ല. അടിസ്ഥാനപരമായി അവിടെ നയം അതാണ്. ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്കൊന്നും മിഷണറിമാരെയും സന്യാസിനിമാരെയും ആദരിച്ചിരുന്ന രാഷ്ട്രമായിരുന്നു ഇത്. ഇന്ത്യൻ ഗവൺമെന്റ് പോലും നമ്മൾ ഭാരതരത്നം നൽകി ആദരിച്ച മദർ തെരേസയെ പോലും ഇപ്പോൾ കൺവേർഷന്റെ ആളായിട്ടാണ് കാണുന്നത്. അവർ യുഗോസ്ലോവിയയിൽ ഇന്ത്യയിലേക്ക് വന്നത് മതപരിവർത്തനത്തിന് വേണ്ടിയാണ് എന്ന് RSS ആരോപിക്കുന്നു. ഇപ്പൊ അവര് ഭാരതരത്നം നൽകാൻ ശ്രമിക്കുന്നത് സവർക്കറിനാണ്. ഗാന്ധി കൊലപാതകത്തിലെ 9ാം നമ്പർ പ്രതിപ്പട്ടിയിലുള്ളയാള്. ഇപ്പൊ സവർക്കർ സിന്ദാബാദ്, മദർ തെരേസ മുർദാബാദ്. അതാണ് ഇപ്പോഴത്തെ ഒരു നിലപാട്. അതിന്റെ അനന്തരഫലമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും സ്റ്റാൻ സ്വാമി എന്ന ആ വൈദികന്റെ അവസ്ഥ, അദ്ദേഹത്തിനുണ്ടായ തിക്താനുഭവങ്ങള്. സ്റ്റെയിൻസ് എന്ന വൈദികനെ കാറിൽ ചുട്ടുകൊന്നു. ഇതും ആ ബജ്രംഗ് ദൾ പോലെയുള്ള തീവ്രവിഭാഗങ്ങളാണ്. അല്ലെങ്കിൽ ഒറീസയിലെ കന്യാസ്ത്രീ മഠത്തിൽ അതിക്രമിച്ച് കയറി സന്യാസിനിമാരെ ബലാത്സംഗം ചെയ്തു. അപ്പോ അന്നത്തെ പ്രധാനമന്ത്രി ശ്രീ വാജ്പേയി പറഞ്ഞത് നമുക്ക് കൺവേർഷനെ പറ്റി ഒരു ചർച്ചയാകാമെന്നാണ്. സ്റ്റെയിൻസിനെ ചുട്ടുകൊന്നവരെ പറ്റി ഒന്നും പറഞ്ഞില്ല, അത് തെറ്റാണെന്ന് പറഞ്ഞില്ല. അപ്പൊ അടിസ്ഥാനപരമായിട്ട് ഇവിടെ നയം അതാണ് പ്രശ്നം എന്ന് പറയുന്നത്. അതിന്റെ ഒരു പിന്തുടർച്ചയാണ് ഇവിടെ. അതല്ലാതെ കേരളത്തിലെ BJPക്കാർ പറയുന്ന പോലെ ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, കേരളത്തിലെ ക്രിസ്ത്യൻസിനെ കൂടെ കൂട്ടാനായിട്ട് ബിഷപ്പ് ഹൗസ് സന്ദർശിക്കുന്നു, ആ ബിഷപ്പിന്റെ കൈമുത്തുന്നു ഇവിടുത്തെ BJP നേതാക്കന്മാർ. പക്ഷേ വടക്കേന്ത്യയിലേക്ക് പോകുമ്പോഴേക്കും സംഗതികൾ മാറി. കാരണം അടിസ്ഥാനപരമായിട്ട് RSSന്റെ BJPയുടെ നയം ഇതാണ്. അതൊട്ട് മാറാനും പോകുന്നില്ല. ഇതൊക്കെ ആരോട് പറയാൻ? ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. ഞാൻ വെറുതെ പറഞ്ഞു എന്ന് മാത്രം. താങ്ക് യു.